ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേശ് ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. അന്യസംസ്ഥാന പച്ചക്കറികൾ മലയാളികളെ മഹാരോഗികളാക്കി മാറ്റുകയാണെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. ജൈവ പച്ചക്കറി ഉൽപാദനത്തിലൂടെ രോഗങ്ങളെ അതിജീവിക്കാൻ മലയാളിക്ക് കഴിയണമെന്നും മന്ത്രി. ഹിന്ദുമതം സഹിഷ്ണുതയുടെ മതമെന്ന് R. ബാലകൃഷ്ണപിള്ള. ഋഷീശ്വരന്മാർ പകർന്നു നൽകിയ പാരമ്പര്യം വിശ്വാസികൾ കാത്തുസൂക്ഷിക്കണമെന്നും പിള്ള. വിഷുദിനത്തെ വരവേറ്റ് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനപ്രവാഹം. വാർത്തകൾ വിശദമായി. അന്യസംസ്ഥാന പച്ചക്കറികൾ മലയാളികളെ മനോരോഗികളാക്കി മാറ്റുകയാണെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. ഐക്കൺ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വിഷു സംഗമവും സഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. മലയാളികളിൽ വലിയൊരു വിഭാഗം ക്യാൻസർ രോഗികളായി മാറിയിരിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന വിഷാംശം കലർന്ന ഭക്ഷണ പദാർത്ഥം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നു എന്നുള്ളത് കൊണ്ട് ഒട്ടനവധി ആളുകൾ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ്. ആ മാരകമായ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏതാണ്ട് ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ ഏതാണ്ട് 30% ആളുകൾ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചിത്രമാണ്
ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് രോഗത്തെ അതിജീവിക്കാൻ മലയാളികൾക്ക് കഴിയണമെന്നും അടൂർ പ്രകാശ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ കടന്നു ചെല്ലുന്ന വിഷാംശം കലർന്ന പച്ചക്കറികൾ ഉൾപ്പെടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ നമുക്ക് ഈ രോഗം വളരെ വ്യാപകമായിരിക്കുന്നു എന്ന് പറഞ്ഞ ഭയാനകമായ വാർത്തകളാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. വലിയ ഇടങ്ങൾ വേണം എന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ഇടങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ ഇടങ്ങളിലും വെച്ചുപിടിപ്പിക്കുവാനും അത് ജൈവ സമ്പത്തോടുകൂടി ജൈവവളം വിനിയോഗിച്ചുകൊണ്ട് നട്ടുവളർത്തുവാനും ഒക്കെയുള്ള അവസരം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താൽ ഈ വിഷാംശം കലരാത്ത പച്ചക്കറികൾ നമുക്ക് ഉത്പാദിപ്പിക്കുവാൻ കഴിയും. ഇളമണ്ണൂർ മങ്ങാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഐക്കൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ഭാനുദേവൻ അധ്യക്ഷത വഹിച്ചു. ചിറ്റയം ഗോപകുമാർ MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പി വിജയമ്മ, ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ്, വൈസ് പ്രസിഡന്റ് സജിനി സുഗു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S സജിത, PK വിജയൻ, സുകന്യ, TR രാജശ്രീ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ആരംഭന ആയിരവല്ലി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. യജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന സമ്മേളനം മുൻ മന്ത്രിയും NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ R ബാലകൃഷ്ണ പിള്ള ഉദ്ഘാടനം ചെയ്തു. യജ്ഞം 21-ന് സമാപിക്കും. സപ്താഹയജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനം മുൻ മന്ത്രിയും NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ R ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുമതം സഹിഷ്ണുതയുടെ മതമാണെന്നും ഋഷീശ്വരന്മാർ പകർന്നു നൽകിയ പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നും R ബാലകൃഷ്ണപിള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഹിന്ദുമതം എന്ന് പറയുന്ന മതം എല്ലാവരും സഹിഷ്ണുതയുള്ള മതമാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം കൂടി ഒരുമിച്ചൊന്ന് തുപ്പിയാൽ ഒലിച്ചു പോകുന്ന ആളുകളെ ഇവിടെ പല സാമ്രാജ്യവും ഉണ്ടാക്കാനുണ്ടായിരുന്നു. ആചാര്യന്മാരിൽ അധിഷ്ഠിതമാണ് ഹിന്ദുമതം. സഹനശക്തിയും സത്യസന്ധതയും മറ്റെല്ലാ കാര്യങ്ങളുമുള്ള ഒരു മതമാണ്. അപ്പൊ ഈ ഹൈന്ദവ വിശ്വാസം എന്ന് പറയുന്നത് ആരും അടിച്ചേൽപ്പിച്ചതല്ല, സ്വയം അംഗീകരിക്കപ്പെട്ടതും എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തെ ജീവിത രീതിയിൽ മുതലെടുത്തതുമായ ഒരു വലിയ സംസ്കാരത്തിന്റെ ഉദാഹരണമാണ് ഹിന്ദുമതം. ആ ഹിന്ദുമതത്തിലുള്ളവര് കൂടുതൽ ആത്മസംയമനം കാണിക്കണം. അതുകൊണ്ട് അവനവന്റെ വിശ്വാസം സംരക്ഷിക്കുമ്പോൾ മറ്റു മതങ്ങളെ ആക്ഷേപിക്കുകയോ അവർക്ക് വികാരപരമായി അവരെ അപമാനിക്കുകയോ ചെയ്യുന്ന യാതൊരു നടപടികളും ഉണ്ടാകാൻ പാടില്ലെന്ന് മഹാരഥന്മാരായ സന്യാസിമാരും മറ്റുള്ളവരും പറഞ്ഞ് പഠിപ്പിച്ച് വളർന്നു വരുന്നവരാണ് ഹിന്ദു സമൂഹം. സപ്താഹയജ്ഞ കൺവീനർ PA പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണരെ ഭദ്രദീപം തെളിയിച്ചു. ശ്രീ R ബാലകൃഷ്ണപിള്ള. ശബരിമല മുൻ മേൽശാന്തി ഇടമന ഇല്ലത്ത് ബ്രഹ്മശ്രീ N ബാലമുരളി, ജ്യോതിഷാചാര്യ KB അജിത്ത്, ചലച്ചിത്ര താരം സോന നായർ, അഡ്വക്കേറ്റ് K രാജു MLA, BJP ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി MS ശ്യാംകുമാർ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, വാർഡ് കൌൺസിലർ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, R ബാലചന്ദ്രൻ പിള്ള, S രവീന്ദ്രൻ നായർ, V അജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണരെ, ശബരിമല മുൻ മേൽശാന്തി ഇടമന ഇല്ലത്ത് ബ്രഹ്മശ്രീ N ബാലമുരളി, ചലച്ചിത്ര താരം സോന നായർ, ജ്യോതിഷാചാര്യ KB അജിത്ത്, അഡ്വക്കേറ്റ് K രാജു MLA, BJP ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി MS ശ്യാംകുമാർ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, വാർഡ് കൌൺസിലർ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. വിഷുദിനത്തെ വരവേറ്റുകൊണ്ട് ക്ഷേത്രങ്ങൾ ഭക്തിയുടെ നിറവിൽ. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്.
കാർഷിക സമൃദ്ധിയുടെ സ്മരണയിൽ നാടും നഗരവും വിഷു ആഘോഷിച്ചു. ക്ഷേത്രങ്ങൾ ഭക്തിസാന്ദ്രമായി. പുനലൂർ പത്തനാപുരം മേഖലകളിലെ ക്ഷേത്രങ്ങളിലാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വിഷുക്കണി ദർശിക്കാനെത്തിയത്. പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയത്. വിഷുക്കണി ദർശിക്കാൻ വലിയ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിരുന്നത്. പുനലൂരിലെ മറ്റു പ്രമുഖ ക്ഷേത്രങ്ങളിലും വിഷുക്കണി ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിയിരുന്നു. പത്തനാപുരം മേഖലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളായ കലഞ്ഞൂർ ശ്രീ മഹാദേവർ ക്ഷേത്രം, മഞ്ചള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കവലയിൽ ദേവീക്ഷേത്രം, മഠത്തിൽ ക്ഷേത്രം, പുന്നല ശ്രീ നീലകണ്ഠപുരം ക്ഷേത്രം, കമുകുഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രം, കുണ്ടയം ശ്രീ മഹാദേവർ ക്ഷേത്രം, പാതിരിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, കാര്യറ പീടികയിൽ ക്ഷേത്രം, പന്തപ്ലാവ് നിത്യാനന്ദപുരം മഹാദേവർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വിഷുദിനത്തെ വരവേറ്റുകൊണ്ട് പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം, പുനലൂർ. വിഷുദിനത്തിൽ ഇരുവൃക്കുകളും തകർന്ന് ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തുന്ന പത്തനാപുരം പള്ളിമുക്ക് സ്വദേശി സലീമിന് സഹായം നൽകിക്കൊണ്ട് ഒരുപറ്റം യുവാക്കൾ മാതൃക കാട്ടി. ജീവൻ നിലനിർത്താൻ വേണ്ടി ഡയാലിസിസ് ചെയ്യുന്ന സലീം സഹായം അഭ്യർത്ഥിക്കുകയാണ്. പത്തനാപുരം പള്ളിമുക്ക് സ്വദേശി സലീമിനാണ് ധനസഹായം നൽകിയത്. പൊതുപ്രവർത്തകരായ പള്ളിത്തോപ്പിൽ ഷിബു, AS പ്രദീപ് കുമാർ, A സെയ്ദലി, അനസ് പള്ളിമുക്ക്, റജീബ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇരുവൃക്കകളും തകരാറിലായ സലീം ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് ചെയ്തു വരികയാണ്. സലീം സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹാൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ,
ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്. വെള്ളിമല ശാസ്താംകുന്ന് ശ്രീ അയ്യപ്പൻ കാവിൽ വിഷു കാഴ്ചയും പൊങ്കാലയും സമർപ്പിച്ചു. ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇടമൺ ആയിരവില്ലി മഹാക്ഷേത്രത്തിൽ നിന്നും ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ട് നിറച്ച് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ കനാൽപ്പടി, ബംഗ്ലാവ്, വെള്ളിമല, തണ്ണിവളവ് വഴി ശ്രീ ശാസ്താംകുന്നിലേക്കുള്ള വഴിമധ്യേ തണ്ണിവളവിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ വിഷുക്കാഴ്ച നടത്തി. ഭക്തർ മല ചവിട്ടി മലമുകളിലെ കാവിലെത്തി പൊങ്കാലയർപ്പിക്കുകയും ചെയ്തു. ചടങ്ങുകളിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, താലൂക്ക് ജനറൽ സെക്രട്ടറി ഹരി, തെന്മല പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി ജിത്ത് നിരപ്പിൽ എന്നിവർ പങ്കെടുത്തു. ഈ നാടിൻ്റെ പൈതൃക ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ മലകളും സംരക്ഷിക്കപ്പെടണം, എല്ലാ കുന്നുകളും സംരക്ഷിക്കപ്പെടണം. അത് ഈശ്വരൻ്റെ പേരിലാണ് നാം സംരക്ഷിക്കപ്പെടുന്നത്. ശാസ്താവ് എന്ന് പറയുന്ന ഒരു നാമധേയം, ഒരു സങ്കല്പം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്ക് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സാധ്യമല്ല. പാണ്ഡവംപാറയിൽ ആ ഒരു ഐതിഹ്യം നിലനിന്നതുകൊണ്ട് ഈ നാടിൻ്റെ പൈതൃക ഭൂമിയായിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രമായി അത് ഉയർത്തപ്പെട്ടു. അതിന് സമാനം തന്നെയാണ് നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് അവരുടെ ജീവിത രീതിയുടെ ഊടും പാവും എല്ലാം നേർന്നുകൊണ്ട് ഈ ശാസ്താംകാവ് ക്ഷേത്രത്തിൻ്റെ ഉത്സവം നമുക്ക് ആഘോഷിക്കുവാൻ സാധിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മല ചവിട്ടാൻ എത്തിയിരുന്നത്. പൊങ്കാലയിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റോഡ് വികസനത്തിന് അനുവദിച്ച തുക KB ഗണേഷ് കുമാർ MLA വകമാറ്റി ചെലവാക്കിയെന്ന് KLDC ചെയർമാനായ ബെന്നി കക്കാട്. ഇതിൽ പ്രതിഷേധിച്ച് MLAയുടെ ഓഫീസിലേക്ക് പാർട്ടി പ്രവർത്തകർ മാർച്ച് നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രി പാതിരിക്കൽ ഇടത്തറ റോഡിന് അനുവദിച്ച 1.27 കോടി രൂപയാണ് ചെറിയ റോഡുകൾക്കായി MLA വകമാറ്റിയതെന്ന് ബെന്നി കക്കാട് ആരോപിച്ചു. റോഡിന് പണം അനുവദിച്ച് ഉത്തരവിറങ്ങിയ ദിവസം തന്നെ അത് MLA റദ്ദാക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. പുതുതായി UDF സർക്കാർ അനുവദിച്ച വാട്ടർ അതോറിറ്റി AEO ഓഫീസിന്റെ പിതൃത്വവും MLA ഏറ്റെടുക്കുകയാണ്. 2015 ജനുവരി 29 ഗവൺമെന്റ് ഓർഡർ, പബ്ലിക് PWD ഗവൺമെന്റ് ഓർഡറാണിത്. ഈ ഗവൺമെന്റ് ഓർഡർ പ്രകാരം പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പാതിരിക്കൽ ഇടത്തറ റോഡിന് 1,27,00,000 രൂപ നല്ല വൈഡൻ ചെയ്ത്, തിക്കൻ ചെയ്ത്, നല്ല വളരെ എല്ലാ സൈഡും എടുത്തുകൊണ്ട് ഓട നിർമ്മിച്ചുകൊണ്ട് ഇവിടെ വരെ നല്ല രീതിയിൽ പണിയാനുള്ള എസ്റ്റിമേറ്റ് എടുത്ത് തയ്യാറാക്കി ഇവിടുത്തെ AEയും AXയും PWD-AXയും കൊല്ലത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എല്ലാം വന്ന് കണ്ട് എന്നോടൊപ്പം നിന്ന് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊണ്ടുപോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 1,27,00,000 രൂപ പത്തനാപുരം ടൗൺ മുതൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പാതിരിക്ക ഇടത്തറ റോഡിന് ലഭിച്ചത്. ആ ഓർഡറാണ് ഈ ഓർഡർ, GO വെച്ചുള്ള ഓർഡർ. ആ ഓർഡറാണ്. ആ ഓർഡർ 28-ാം തീയതി ഒരു കള്ള ലെറ്റർ ഉണ്ടാക്കി. ഈ റോഡ് വേണ്ട. ആദ്യത്തെ റോഡ് ഇതാണ്. രണ്ടാമത്തെ റോഡ് കല്ലുംകടവ് ജനതാ ജംഗ്ഷൻ
ലാസർ പള്ളി ഇടത്തറ അറബിക് കോളേജ് റോഡ്, അതിന് 1,33,00,000 രൂപ. അങ്ങനെ 2,62,00,000 രൂപയുടെ ഓർഡറാണിത്. ഇത് സ്പെഷ്യൽ സാങ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ, AS-ഉം സ്പെഷ്യൽ സാങ്ഷനുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതേ ഓർഡറിന്റെ ഇത് റദ്ദാക്കാൻ വേണ്ടി എങ്ങനെയോ മണത്തറിഞ്ഞുകൊണ്ട് തലേന്ന് ഒരു ലെറ്റർ MLA-യുടെ നേതൃത്വത്തിൽ തലേന്ന് ഒരു ലെറ്റർ PWDക്ക് കൊണ്ട് കൊടുത്തു. നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പിതൃത്വം ആരും ഏറ്റെടുക്കേണ്ടതില്ലെന്ന് ബെന്നി കക്കാട് മുന്നറിയിപ്പ് നൽകി. 2001 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഗണേഷ് കുമാറിന് മർദ്ദനമേറ്റതായുള്ള പ്രചരണം ഒരു നാടകമായിരുന്നുവെന്നും ബെന്നി കക്കാട് തുറന്നടിച്ചു. ഈ നാടകങ്ങൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ 14 വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം ആദ്യം MLA ആവുന്ന സമയത്ത്, MLA ആവാൻ വേണ്ടി സ്ഥാനാർത്ഥിയായ സമയത്ത് മർദ്ദന നാടകം നടത്തി. മർദ്ദന നാടകം തന്നെ അഭിനയിച്ച് കോളറിട്ടുകൊണ്ട് മർദ്ദന നാടകം നടത്തിയാണ് അദ്ദേഹം അന്ന് MLA ജനങ്ങളെ ഈ പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ മുഴുവൻ അഭ്യസ്തവിദ്യരായിട്ടുള്ള മുഴുവൻ പാവപ്പെട്ടവരെയും മുഴുവൻ സാധാരണക്കാരനെയും കക്ഷി രാഷ്ട്രീയ മതചിന്തകൾക്ക് അതീതമായി മുഴുവൻ ആളുകളെയും വഞ്ചിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് MLA ആയി ഇവിടെ ജയിച്ചു വന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. 22-ന് സമാപിക്കും. 16-ന് രാത്രി 8 മുതൽ നിഖിൽ കൃഷ്ണന്റെ സംഗീത സദസ്സ്, 17-ന് രാത്രി 8-ന് കരുണാകരൻ മാസ്റ്ററുടെ ഓട്ടൻതുള്ളൽ, 18-ന് ഗാനകൈരളി ഗാനമേള, 19-ന് തിരുവല്ല സർഗയുടെ ഗാനമേള, 20-ന് കരാക്കെ ഗാനമേള, 21-ന് RC ഡോണിന്റെ മാജിക് ഷോ, 22-ന് കൊച്ചിൻ കലാസ്റ്റാറിന്റെ ഗാനമേള, രാത്രി 1:30-ന് കലയപുരം ആശ്രയയുടെ നാടകം എന്നിവയും ഉണ്ടായിരിക്കും. 22-ന് ആറാട്ടുഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് കണിയാമ്പടിക്കൽ, രവിമംഗലം, വഴങ്ങോട് കിഴക്കേക്കര, പടയണിപ്പാറ, ഗുരുമന്ദിരപ്പടി, മുമ്മൂല, മില്ലുപടി, ചെമ്പ്രാമൺ, ആറാട്ടുകുളം, പുന്നല ജംഗ്ഷൻ വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. തൃക്കൊടിയേറ്റും മഹോത്സവം വിജയിപ്പിക്കാൻ ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ബിജു തുണ്ടിൽ അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവബലി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായി നടത്തേണ്ടത് ഉത്സവബലിയാണ്. ഉത്സവബലിയിലും ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാവണം. അതുപോലെ തന്നെ അന്നദാനം, പൂജ, വഴിപാടായി സമർപ്പിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും തീർച്ചയായും സന്നിധിയിൽ അത് ആ സമയത്തിൽ ഏറ്റുവാങ്ങേണ്ടതാണ്. ക്ഷേത്രസന്നിധി നടക്കുന്ന വിശിഷ്ടമായ പൂജകളെല്ലാം, ഉത്സവബലി, ആറാട്ട് ഘോഷയാത്രകളെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും ഇന്നലെ മഹാദേവന്റെ അനുഗ്രഹം ആശംസകൾ ഏറ്റുവാങ്ങാൻ ഏപ്രിൽ 15-ാം തീയതി മുതൽ 22 നടക്കുന്ന തൃക്കൊടിയേറ്റ് മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹുജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICTE അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്,
ME Power Electronics and Drives and ME VLSI Design. Computerized Digital Library, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്, യാത്രാ സൗകര്യം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. For admission, contact Marthandam College of Engineering and Technology, Kuttakuzi, near Marthandam, Kanyakumari District, Tamil Nadu. Phone 04651276611. NBPM English Medium School, near Chamandur High School, Punalur. Managed by പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ തികഞ്ഞ അച്ചടക്ക പരിചയ സമ്പന്നരായ അധ്യാപകർ, 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475227100. Davil Babu and Company, Tolikode, Punalur. Petro Tiles, Exterior Designer Tiles, Paving Blocks, Wall Tile, Floor Tile എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ സ്കാനിംഗ് മെഷീനും ഹോർമോൺ അനലൈസറും 16 ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി വികസനത്തിന് ഇതൊരു പുതിയ ചുവടുവയ്പാകുമെന്നാണ് വിലയിരുത്തൽ. ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ സ്കാനിംഗ് മെഷീന്റെയും കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K മധു ഹോർമോൺ അനലൈസറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ B ശിവദാസൻ പിള്ള അധ്യക്ഷത വഹിക്കും. 6.5 ലക്ഷത്തോളം രൂപ മുടക്കി കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കാണ് സ്കാനിംഗ് മെഷീനുകൾ താലൂക്ക് ആശുപത്രിക്ക് വാങ്ങി നൽകുന്നത്. 2 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം, നവീകരിച്ച മോർച്ചറി, കുട്ടികളുടെ വാർഡ് എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ചിതറ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി സൈക്കിളുകളും മേശകളും കസേരയും വിതരണം ചെയ്യുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം 20-ന് നടക്കും. SSLCക്ക് പഠിക്കുന്ന 100 ആൺകുട്ടികൾക്ക് സൈക്കിളുകളും 180 പെൺകുട്ടികൾക്കും മേശയും കസേരയുമാണ് വിതരണം ചെയ്യുന്നത്. അർഹതപ്പെട്ടവർ ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതിക്കാർക്ക് മാറ്റിവെച്ച ഫണ്ടിൽ നിന്നുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 20-ന് നടക്കുന്ന ചടങ്ങിൽ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ സൈക്കിളുകളും മേശയും കസേരയും വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇനി സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്യസംസ്ഥാന പച്ചക്കറികൾ മലയാളികളെ മഹാരോഗികളാക്കി മാറ്റുകയാണെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. ജൈവ പച്ചക്കറി ഉൽപാദനത്തിലൂടെ രോഗങ്ങളെ അതിജീവിക്കാൻ മലയാളിക്ക് കഴിയണമെന്നും മന്ത്രി. ഹിന്ദുമതം സഹിഷ്ണുതയുടെ മതമെന്ന് R ബാലകൃഷ്ണപിള്ള. ഋഷീശ്വരന്മാർ പകർന്നു നൽകിയ പാരമ്പര്യം വിശ്വാസികൾ കാത്തുസൂക്ഷിക്കണമെന്നും പിള്ള. വിഷുദിനത്തെ വരവേറ്റ് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന പ്രവാഹം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട് പുനലൂർ.